എനിക്ക് ആനപ്പുറത്ത് കയറണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ആനയുടെ അഴക് എന്ന് പറയുമ്പോഴേക്കും തടിച്ചുരുണ്ട കൊഴുത്തിട്ടുള്ള ആന, എടുത്തകന്ന പകച്ച നീളൻ കൊമ്പുകൾ, തേൻ നിറമുള്ള കണ്ണ്, കീറലെല്ലും പൊട്ടലും ഇല്ലാത്ത വലിയ ചെവി, ചരല് വാരി എറിഞ്ഞ പോലുള്ള മതകിരി. ആനയുടെ നിറം വൈഷ്ണവം എന്ന് പറഞ്ഞൊരു നിറം. ഉയരമുള്ള ആളുകൾക്ക് ഫാൻ ബേസ് ഭയങ്കര കൂടുതലാണ്. സാക്ഷാൽ ശ്രീ രാമചന്ദ്ര പ്രഭു സർവസ്ഥാനവും ത്യജിച്ച് വനവാസത്തിന് പോയ പോലെ ചെറിയൊരു കാലത്തിന്റെ ഇടവേളയ്ക്ക് വിരാമം കൽപ്പിച്ചുകൊണ്ട് എല്ലാ ലക്ഷവും തികഞ്ഞൊന്നും ആയുസ് ഉണ്ടാകുന്ന ഒരു ശാസ്ത്രമുണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട് ഇതിനു മുമ്പ്. ഈ വൻതാരയെ പറ്റി എന്താണ്? അവൈലബിൾ ആണ് നമുക്ക് ചികിത്സകളെല്ലാം. പിന്നെ ഈ എരണ്ടക്കെട്ട് എന്നുള്ളത് ഇപ്പൊ ആര് വൻതാര അല്ലെങ്കിൽ ആര് വന്നാലും 50-50 തന്നെയാണ് അതിന്റെ ചാൻസ്. വൻതാരയുടെ കുറെ ചികിത്സാ രീതികൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം അഡോപ്റ്റ് ചെയ്യണം. ഈ ആനയുടെ അഴക് എന്ന് പറയുമ്പോഴേക്കും ഇന്ന ലക്ഷണങ്ങളുള്ള ആന അത് മാത്രമാണോ ഒരു ആനയുടെ കംപ്ലീറ്റ് ഒരു അഴക് ഭംഗി എന്നൊക്കെ പറയുമ്പോഴത്തേനും? ഇതിനകത്ത് ഈ ആനക്കമ്പം എന്നുള്ളതിനകത്ത് ഒരു പുസ്തക രൂപത്തിലുള്ളത് മാതംഗലീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷണശാസ്ത്രങ്ങൾ പറയുന്നത് മാതംഗലീല ഒരു ഗ്രന്ഥമാണ്, എഴുതി തയ്യാറാക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ മാതംഗലീല അനുശാസിക്കുന്ന ഒരു ആനച്ചന്തമുണ്ട്. അതിന് നിലമുട്ടി എഴയുന്ന തുമ്പി, അല്ലെങ്കിൽ എടുത്തകന്ന പകച്ച നീളൻ കൊമ്പ്, തേൻ നിറമുള്ള കണ്ണ്, നാരായണ പക്ഷിയുടെ നിറമുള്ള കണ്ണ്, തേൻ നിറമുള്ള കണ്ണ്, കീറലെല്ലും പൊട്ടലും ഇല്ലാത്ത വലിയ ചെവി, ചരല് വാരി എറിഞ്ഞ പോലുള്ള മതകിരി. നമ്മുടെ ചരലുണ്ടല്ലോ, ചരല് വാരി എറിഞ്ഞിട്ട് എറിഞ്ഞ കാണുന്ന മതകിരി. ഉറച്ച നടയമരങ്ങൾ, അതായത് നട എന്ന് പറഞ്ഞാൽ ആനയുടെ മുൻകാലുകൾ, നട ഉയർന്നതും അമരം എന്ന് പറഞ്ഞാൽ പിൻകാല്, അത് കുറുകിയ, അതായത് ചെറുതുമായിട്ടുള്ള ആനകൾ. എഴുത്താണി വാല് എന്ന് പറയും. വാല് എഴുത്താണി പഴയ എഴുതുന്ന എഴുതില്ലേ, അതേപോലെയുള്ള വാല്. അത് നിലം മുട്ടാൻ പാടില്ല. എന്നാൽ പീരി, അതായത് ഉണ്ടാവണം, മുടി ഉണ്ടാവണം. അങ്ങനെ മുട്ടാനും പാടില്ലാത്ത വാല്. തടിച്ചുരുണ്ട കൊഴുത്തിട്ടുള്ള ആന. നിറം, ആനയുടെ നിറം വൈഷ്ണവം എന്ന് പറഞ്ഞിട്ടൊരു നിറം. അതിന് കറുപ്പല്ല നീലയില്ലാത്തൊരു നിറം വൈഷ്ണവം എന്ന് പറയും. ആ നിറം. അങ്ങനെ അതാണ് ശരിക്കും മാതംഗശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥപ്രകാരം അല്ലെങ്കിൽ ലക്ഷണമൊത്ത ആനയുടെ ലക്ഷണങ്ങൾ പറയുന്നത്. അതിൽ എല്ലാ ലക്ഷണവും തികഞ്ഞ ആനകൾ അങ്ങനെ ഇല്ല. ഉണ്ടായിരുന്നു, മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ അങ്ങനെ ഒരു ആന പറയാനില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ചെവിക്ക് കീറിലൊക്കെ പല ആനകൾക്കും നാച്ചുറലി വന്നതല്ല. ഈ ചികിത്സയുടെയൊക്കെ ഭാഗമായിട്ട് ചെവിയിൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകും. എല്ലാ ലക്ഷണവും തികഞ്ഞൊന്നും ആയുസ് ഉണ്ടാകുന്ന ഒരു ശാസ്ത്രമുണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട് ഇതിനു മുമ്പ്. ലക്ഷണത്താനുകൾ പലതും ചെരിഞ്ഞു പോയിട്ടുണ്ട് നേരത്തെ, അതിന്റെ പ്രായത്തിന് മുമ്പ് തന്നെ. സ്വാഭാവികമായിട്ട് അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കണ്ണ് അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊക്കെ ഒരു കാഴ്ചപ്പാടില്ല. ഇപ്പോഴത്തെ ഒരു ആന ഫീൽഡിൽ ആനക്കമ്പം എന്നുള്ളതിന് പല രീതിയിൽ അതിന്റെ സൗന്ദര്യത്തെ ആൾക്കാർ വിലയിരുത്തും. ഉയരം ഒരു വലിയ ഘടകമാണ്. ഉയരം 10 അടി ആന എന്ന് പറഞ്ഞാൽ വലിയ ആന എന്നാണ് നമ്മൾ അതിന് പറയണത്. ഉയരമുള്ള ആനകൾക്ക് ഫാൻ ബേസ് ഭയങ്കര കൂടുതലാണ്. കാര്യം ഇത് എപ്പോഴും ഒരു തലപ്പൊക്കം ആനകളുടെ ആഠ്യത്വം കാണിക്കുന്ന ഒരു സൂചനയാണ്. ശരിക്കും നാച്ചുറലി ഉള്ള തലപ്പൊക്കമാണത് പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നത്. പക്ഷെ ചില ആനകൾ തല പിടിച്ച് നിൽക്കുമ്പോൾ മറ്റേ ആനകൾ മേലെ, അതാണല്ലോ ഒരു മത്സരം എന്ന് പറഞ്ഞൊരു ഫീൽ. എൻ്റെ ആന മറ്റേ ആനകളും മേലെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൂരത്തിന് കൊണ്ട് ആന, എൻ്റെ സമ്മതി, എൻ്റെ കമ്മിറ്റി കൊണ്ടുവന്ന ആന മറ്റേ ആനകളും മേലെ നിൽക്കുന്നതൊരു വാശി ഉണ്ട്. അത് ചില സമയത്ത് അത് നല്ലതാണ്, ചില സമയത്ത് അതുപോലെ ദോഷമുള്ള കാര്യം വേറെ ഇല്ല. അത് ഒരു പരിധി വരെയൊക്കെ ആകാവുള്ളൂ. നമ്മളൊന്നും അധികം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല. വേണം ഒരു 5 മിനിറ്റ് സദസ്സിൽ വന്ന ഒരു ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ആവേശമല്ലേ, അത് വേണം. ഒരു 5 മിനിറ്റ് ഒരു സൗഹൃദ മത്സരം അതുണ്ട്. അപ്പൊ അത് ഉയരം ഒരു സൗന്ദര്യ ഘടകമാണ്. സൗന്ദര്യത്തിനേക്കാൾ കൂടുതൽ ആരാധന എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ആരാധനയ്ക്ക് ഒരു ഘടകം സൗന്ദര്യം. പിന്നെ കുറച്ച് ഒരു ആനകളെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ശ്രദ്ധിക്കുന്ന ആനക്കമ്പക്കാർക്ക് സൗന്ദര്യം വലിയ ഘടകം. ലക്ഷണം ഒക്കെ പറഞ്ഞ പോലെ നാടൻ ആനകൾ, പൊതുവെ ആനകൾ 2 ടൈപ്പ് ഉണ്ട് നമുക്ക് ഇപ്പം നിലവിൽ ഇവിടെ. അതായത് കേരളത്തിൽ ബ്രൗൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കേരള അങ്ങനത്തെ ആനകളുണ്ട്. നമ്മുടെ മലയാറ്റൂർ കാട്ടിലും നമ്മൾ ശബരിമലക്കാട്ടിലും നിലമ്പൂർ കാട്ടിലൊക്കെ ജനിച്ച് പണ്ടത്തെ കുഴിയിലൊക്കെ വീണു, അല്ലെങ്കിൽ അനാഥമായിട്ടൊക്കെ നമുക്ക് ഫോറസ്റ്റിനൊക്കെ കിട്ടി ആൾക്കാർ വില കൊടുത്ത് ലേലത്തിൽ നിയമപ്രകാരം വാങ്ങിയ വളർത്തുന്ന ആനകളുണ്ട്. പാമ്പാട് രാജനൊക്കെ അതിൻ്റെ എക്സാമ്പിൾ.
അത് നടക്കിരുത്തി ആനകളുണ്ട്, എറണാകുളം ശിവകുമാർ, അങ്ങനെ ആനകളൊക്കെ നാടൻ ആനകളാണ്. ഈ നാടൻ ആനകളെ മാത്രം ഇഷ്ടമുള്ള ഒരുപാട് ആനപ്രേമികളുണ്ട്. എനിക്ക് ഒരുപാട് പേര് അറിയാം, ഞാനും അതിൽ പെട്ട ഒരാളാണ്. നാടൻ ആനകളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അത്ര ഇഷ്ടമില്ലെന്നല്ല, നാടൻ ആനകളോട് പ്രത്യേകമായിട്ട് ഇഷ്ടമുണ്ട്. അപ്പൊ ഈ നാടൻ ആനകളെ ഇഷ്ടപ്പെടുന്ന അത് വേറൊരു കാറ്റഗറിയാണ്. കുട്ടിയാനകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു യങ് യൂത്ത് യുവരാജക്കന്മാർക്ക് വലിയ ഫാൻസ് ഉണ്ട്. ഈ പറഞ്ഞ 2 കടകളിൽ ഇല്ലാത്ത ആനകളിൽ അതിൽ കൂടുതൽ ആൾക്കാർ യൂത്ത് ആനകൾക്കുണ്ട്. ഇപ്പം നന്ദരത്ത് ഗോപാലകൃഷ്ണന്റെ ഒക്കെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാൻ പറ്റില്ല. അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പൊ വാൾപേപ്പറായി, ടാറ്റുവായി, സ്റ്റിക്കറായി പല രീതിയിലുണ്ട്. അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതിലൊക്കെ ആനകൾക്ക്, ചങ്കൂറ്റുള്ള ആനകൾക്ക് വേറൊരു ഫാൻസ് ഉണ്ട്. ഇച്ചിരി കൊള്ളാം, അവന് ആനയാണ്, അതിനങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കീഴ്പ്പെട്ട് കൊടുക്കുകയില്ലാത്തൊരുത്തനാണ്, മറ്റുള്ളവരൊന്നും അടുപ്പിക്കാത്തൊരു ആന. അങ്ങനെയുള്ള തൻ്റെടി എന്നൊക്കെ പറയില്ലേ, ഒരു ഹീറോയിസ്റ്റിക് അല്ലെങ്കിൽ ഒരു വില്ലൻ പരിവേഷമുള്ള ആനകൾക്ക് ഫാൻസ് ഉണ്ട്. വില്ലന്ന് വിളിച്ചിട്ടുള്ള ആനകളുണ്ട്. വില്ലന്ന് ഇരട്ടപ്പേരിട്ട് വിളിച്ചിട്ട് ആന ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ അറ്റ് ദ എൻഡ് ഇതെല്ലാം യുണൈറ്റഡ് ആണ്. ആനക്കമ്പത്തില് ചരടി കോർക്കാം ഇതിനെല്ലാം. ഈ വൻതാരയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വൻതാര ഗുജറാത്ത് ബേസ്ഡ് ആണ്. അത് അതിന് പുറകില് ഒരുപാട് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇത് ഫേക്ക് ആണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ബേസിക്കലി എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സർവീസ് അല്ല. പുതുപ്പള്ളിയില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിപ്പോ അച്ചായന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അച്ചായൻ പറഞ്ഞത് വെച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ചികിത്സകളെല്ലാം. പിന്നെ ഈ എരണ്ടക്കെട്ട് എന്നുള്ളത് ഇപ്പൊ വൻതാര അല്ലെങ്കിൽ ആര് വന്നാലും 50-50 തന്നെയാണ് അതിന്റെ ചാൻസ്. ഭാഗ്യമാണ്. പിന്നെ നമ്മളിപ്പോ മോഡേൺ ടെക്നോളജി ആണ്. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു, നമ്മൾ മോഡേൺ എത്ര ബെറ്റർ ചികിത്സ കൊടുക്കാം എന്നല്ലേ ചിന്തിക്കുള്ളൂ ഒരു രക്ഷകർത്താവ്. അതേപോലെ അദ്ദേഹം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മുന്നിൽ വന്നൊരു ഓപ്ഷനാണ് വൻതാര. അപ്പൊ അവര് വന്നിട്ട് ഇവിടെ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതായത് മിനറൽ വാട്ടർ ഇതിലേക്ക് പമ്പ് ചെയ്യുക. മിനറൽ വാട്ടർ ആണ്, അത്രയധികം മിനറൽ വാട്ടർ വേണം. അപ്പൊ അത് പമ്പ് ചെയ്യുമ്പോൾ ഇതിന് ഇഴുകി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതാണ് അദ്ദേഹം. അവരുടേതായ ഒരു രീതിയുണ്ട്. അത് അവരുടെ രീതി. നമ്മുടെ ഇവിടെ കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്ത് എവിടെ വരെ എത്തി, നമുക്ക് അവര് വരുന്ന വരെ ഇത് എവിടെ വരെ എത്തിയെന്ന് അറിയത്തുണ്ടായില്ല. അപ്പൊ അതിന്റെ ഒരു ആവലാതി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. അദ്ദേഹം അതിന്റെ അടുത്ത ഓപ്ഷൻ ചെയ്തിട്ടുണ്ടാവും. അഡ്വാൻസ്ഡ് ആണ് അവരുടെ ടെക്നോളജീസ്. നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അവർ ആനപ്രേമി എന്ന നിലക്ക് ഞങ്ങൾ പറയുവാണെങ്കിൽ വൻതാരയുടെ കുറെ ചികിത്സാ രീതികൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം അഡോപ്റ്റ് ചെയ്യണം. അത് സർക്കാർ സംവിധാനത്തിൽ തന്നെ നമ്മള് ആനകളെ നിലനിർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ അതേപടി മുഴുവൻ നമ്മുടെ ഇവിടത്തെയും എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റും. എരണ്ടക്കെട്ടല്ല, ഇനി എന്ത് വന്നാലും മോഡേൺ ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് പരിഹാരം അതിന് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ നമ്മൾ അതിന്റെ മുന്നിലും പിന്നിലുള്ള ഈഗോസ് ഒന്നും അവിടെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആനയാണ് നമ്മുടെ മുന്നിൽ വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര തന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം എന്നാണ് നമുക്കും ഒരു ആഗ്രഹം. ഒരു യുണൈറ്റഡ് ആയിട്ട് സിസ്റ്റം വേണം. നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഒരുപാട് ഡോക്ടർമാരെല്ലാം ടോപ്പാണ്. നമ്മുടെ മോഡേൺ ഡോക്ടേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സാമ്പ ചികിത്സിച്ച് എഴുത്തൂരക്കൽ ആനയ്ക്ക് അതിന്റെ എരണ്ടക്കെട്ട് മാറ്റി. ഈ സാധു രക്ഷപ്പെട്ട പോലെ തന്നെ അത്ര ചർച്ച ചെയ്യപ്പെട്ടില്ലെന്നേ ഉള്ളൂ. അത് വൻതാരയൊക്കെ വന്നുകൊണ്ടും വലിയ ആന അങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറി തന്നെ അവരുടെ കെയർ ഭയങ്കര ഫേമസ് ആണ്. ഒരു ആനകളെ അതുപോലെ നോക്കുന്നവരാണ്. അതേപോലെ തന്നെ വേറെ ആന ഈ റീസെന്റ് തൃശ്ശൂർ രക്ഷപ്പെട്ടിട്ടുണ്ട് എരണ്ടക്കെട്ടിൽ നിന്ന്. അത് വാർത്തയായി. ഇവിടുത്തെ ഡോക്ടേഴ്സ് അത്രയും നല്ല ഡോക്ടേഴ്സ് ആണ്, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജീസും കൂടെ ചെയ്യാനുള്ള സംവിധാനം സർക്കാർ ആരെയും പോക്കറ്റ് നിർത്തി ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഒരു സംവിധാനം മോഡേൺ ട്രീറ്റ്മെന്റ് വേണം. അതിന് നമ്മുടെ ഡോക്ടേഴ്സ് മതി. നമ്മുടെ ഡോക്ടേഴ്സ് അതിനുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്താൽ അവരും അതിനുള്ള സംവിധാനങ്ങളും കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുക. നമുക്ക് അതിനുള്ള വെറ്റിനറി മെഡിക്കൽ കോളേജിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതിന്റെ പൈതൃകം. അതിന്റെ കൂടെ ശരിക്കും നമ്മുടെ ആയുർവേദം കൂടെ, ഹസ്ത്യായുർവേദം എന്ന് പറയും, ഹസ്ത്യായുർവേദം കൂടെ അതിന്റെ കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള ഇതും കൂടെ വേണം. പണ്ട് ഈ ആവണപ്പുറം മഹേശ്വരൻ തിരുവേനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആന ചികിത്സകളുള്ള സ്ഥലമായിരുന്നു നമ്മുടെ കേരളം. അത് മരിച്ചു. അവരുടെ മരുന്നുകളൊക്കെ കൊടുത്ത് ആനകൾ നന്നാകാനും ആനകൾക്ക് ശരീരം ഉണ്ടാകാനും അതിന്റെ നീരുകാലം ഏറ്റവും പ്രധാനപ്പെട്ട ആനയുടെ വളർച്ചയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നീരുകാലം.
ആ നീരുകാലം ഉറപ്പുള്ളതാക്കാൻ, അതായത് ഒരു സമയം തൊട്ട് സമയം വരെ വേണം. ഇപ്പൊ ഒരു വർഷകാലമാണ് കൂടുതൽ ആനകൾ നീരി പോകുന്നത്. വർഷകാലത്ത് ഉത്സവങ്ങളില്ല. അതായത് ഒരു കുംഭം, മീനം, മേടമാസ പകുതിയോടുകൂടി നീര് കെട്ടുന്ന ആനകളെ വൃശ്ചിക മാസത്തിൽ ആദ്യം അഴിച്ചെടുക്കാവുന്ന രീതിയിൽ നീരുകാലം ചെയ്തെടുക്കണം. അത് പണ്ടുള്ളവർക്ക് ആനകൾ അങ്ങനെയായിരുന്നു. ഉത്സവം കഴിയുമ്പോൾ ആനക്കാർ കൊണ്ടുപോകും, ഒന്നെങ്കിൽ അവർ കൂപ്പിൽ പോയി തടി പണി ചെയ്യും. അപ്പൊ ആനകൾ കുറെ നമ്മൾ ജിമ്മിൽ പോണ എഫക്റ്റാ. നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യില്ല നമ്മുടെ ബോഡിക്ക് വേണ്ടി, അതേ ഒരു എഫക്റ്റ് തന്നെയാണ് ആനകൾ പോയി തടി വലിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മതപ്പാട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അവരെ കൊണ്ടുവന്ന് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കിടത്തി കഴുകി കുളിപ്പിച്ച് പലരും നല്ല ഭക്ഷണം കൊടുക്കും. അപ്പൊ നീര് അതിന്റെ കൂടെ മരുന്നുകൾ കൊടുത്ത് ഈ നീര് കാലം ചിട്ടയാവാനുള്ള ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. അത് ആയുർവേദമാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ട്രഡീഷൻ കൂടെയാണ് ആയുർവേദം, നമ്മുടെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള ട്രഡീഷൻ ആണ് ആയുർവേദം. ഇപ്പം വിദേശികളൊക്കെ കേരളത്തിലൊക്കെ വരുന്നത് എന്തിനാ കൂടുതലും നമ്മുടെ പഞ്ചകർമ്മ പോലെ. സോ അതിന് ഹസ്ത്യായുർവേദം കൂടെ ഈ മോഡേൺ മെഡിസിന്റെ ഒപ്പം ഈക്വൽ ഇമ്പോർട്ടൻസോടെ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുറെ ആനൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. കുറവാണ് ആനകൾ, ഇനിയുള്ള ആനകൾ നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. ഇപ്പൊ ഈ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്ന കേട്ടോ, നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ ആനകളെയൊക്കെ ഒരുക്കുന്നത് നമ്മൾ ഒരുക്കി നിർത്തിയേക്കുന്നത് മാത്രമേ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിന്റെ പുറകിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. ശരിക്കും അതൊരു കോമ്പറ്റീഷൻ ഫീൽഡ് അല്ലേ? അതെ, അതൊരു കോമ്പറ്റീഷൻ. കാരണം ആനച്ചമയങ്ങൾ എന്ന് പറയാം, മൊത്തത്തില് ആനച്ചമയങ്ങള് ഇപ്പം കൊടുക്കുന്നത് ഒരുപാട് മേഖലകൾ ഒരുപാടാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാരും കാണുന്ന ഏറ്റവും വലിയ ആനച്ചമയം നെറ്റിപ്പട്ടം. ഈ നെറ്റിപ്പട്ടം 3 തരത്തിലുണ്ട്. 3 തരത്തിലുള്ള നെറ്റിപ്പട്ടമുണ്ട്. ചൂരപ്പുളി എന്ന് പറഞ്ഞൊരു ചൂരപ്പുളി, വണ്ടോട്, നാഗപടം, ഇങ്ങനെ 3 തരത്തിലുള്ള നെറ്റിപ്പട്ടം തന്നെയുണ്ട്. ഇപ്പൊ നമ്മള് വീട്ടിൽ അലങ്കാരത്തിനൊക്കെ വെക്കുന്ന നെറ്റിപ്പട്ടങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ ശരിക്കുള്ള നെറ്റിപ്പട്ട സിമിലർ ആണ്. ബട്ട് അത്ര നെറ്റിപ്പട്ടത്തില് ഓരോ കുമിളകൾക്കും ഓരോ ചന്ദ്രക്കലയ്ക്ക് കണക്കുണ്ട്. അതൊരു ദേവതാ സങ്കല്പങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞ തിരുവമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ഭാഗം വഹിക്കുന്ന ഒരു ഭാഗമാണ് തിരുവമ്പാടി. അവരുടെ മഠത്തിൽ വരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. മഠത്തിൽ വരവ്, അവിടെ പോയി അവർ ഈ ചമയം മാറി കിട്ടും. അത്രയും ചമയത്തിന് അത്ര ഇമ്പോർട്ടൻസ് പൂരത്തിലുണ്ട്. ചമയ പ്രദർശനം പൂരങ്ങളുടെ ഒരു വലിയ ഘടകം. ചമയ പ്രദർശനം എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം ഒരാനെ അതിന്റെ സ്വാഭാവിക സൗന്ദര്യത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് മാറ്റുന്ന ഒരു ഘടകമാണ് നെറ്റിപ്പട്ടം. അതുകൂടാതെ കഴുത്ത് മണി എന്ന് പറഞ്ഞിട്ട് മണികൾ, ഈ ആന വരുന്നതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് മണികില്ലെങ്കിൽ നിറച്ചാണ്. ഞങ്ങൾ ചങ്ങലൊക്കെ പറയും. മണി ഇത്ര മണികൾ കിട്ടണമെന്നുണ്ട്. അതിനൊരു കയറുണ്ട്, അതൊരു സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ട് വട്ടക്കയർ എന്ന് പറയും. കച്ചക്കയർ കുറച്ചുകൂടെ സിമിലർ, കച്ചക്കയർ. അതൊരു കച്ച പോലെ ഒരു കയറിൽ തന്നെ ചകിരി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ചകിരി കയറിൽ തുണി, നല്ല വെൽവെറ്റ് പോലത്തെ തുണി പൊതിഞ്ഞിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കച്ചക്കയർ. ഇത് 2 ഗുണമുണ്ട്. ഇത് ഒന്നാണെങ്കിൽ ഭംഗിയാണ്, ഒന്ന് ആനയുടെ പുറത്തിരിക്കുന്ന നല്ല സേഫ്റ്റിയാണ്. അതിൽ കാല് ലോക്ക് ചെയ്ത് അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും താഴെ പോവില്ല. നമുക്കൊരു ഇപ്പൊ എവിടെ ഇരുന്നാലും നമുക്കൊരു പിടുത്തം വേണം. ഇപ്പൊ ഇങ്ങനെ ആനയുടെ കച്ചക്കറി പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മേളിക്കുന്നത് ആൾക്ക് തറമ്പ് പിടിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇലക്ട്രിക് ലൈനിലെ ഗോപുരങ്ങളുടെ മേലെ ഈ സാധനം കൃത്യമായിട്ട് നടത്തിക്കുന്നതിന് വലിയൊരു റോളുണ്ട്. അതൊരു ഘടകം. അപ്പൊ ആളുടെ സേഫ്റ്റി ഈ കച്ചക്കയറിനിടയ്ക്ക് ആളുടെ കാലിങ്ങനെ ലോക്ക് ചെയ്തിട്ടുന്നതിനകത്ത്. ഇത് തന്നെ ആൾക്കാര് പണിക്ക് കൊണ്ടുപോകുമ്പോൾ വേറെ വക്കാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വേറെ രീതിയാണ്. അത് പൂരമായിട്ട് വന്നില്ല. അപ്പൊ ചമയം പ്രധാനമായിട്ട് പൂരത്തിനാണല്ലോ. അപ്പൊ അതില് രണ്ടാമത് കിട്ടുന്ന ഈ കച്ചക്കയറായിരിക്കും കുറച്ചുകൂടെ ഭംഗിയിൽ കാണുന്നത്. പിന്നെ പാദസരം ഉണ്ട്, ആനകൾക്ക് പാദസരം ഉണ്ട്. നിങ്ങളൊക്കെ ലേഡീസ് കിട്ടുന്നത് അതിൽ മണികളുള്ള പാദസര. നടക്കുമ്പോ കിലിങ്, 4 കാലിലും കിട്ടുന്നവരുണ്ട്, മുൻകാല് മാത്രം കിട്ടുന്നവരുണ്ട്. മുൻകാലിൽ കിട്ടുന്ന ഭംഗിയാണ്. പിന്നെ പൂമാല ചാർത്തും ആനയ്ക്ക്. പൂമാല ചാർത്തുന്നത് ഒരു തിറമ്പാനയ്ക്ക് ഒരു പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിട്ട് പൂമാല ചാർത്തും. എല്ലാ ആനയ്ക്കും ഒരുപോലെ ചാർത്തുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നില്ല. എന്നാലും തിറമ്പാനയ്ക്ക് ഒരു സ്പെഷ്യൽ മാല ഉണ്ടാവും. അത് മിക്കവരും വഴിപാടൊക്കെയാണ്. തിറമ്പേറ്റുന്ന ആനയ്ക്ക് ഒരു മാല. പിന്നെ അതിന് പുറത്ത് ഒരു മണിയും കൂടെ, ഒരു 2 ആയിട്ട് കെട്ടുന്ന ഒരു മണിയും കൂടെ ഉണ്ടാവും. ഇതാണ് നമുക്ക് നിലവിൽ. പിന്നെ തടമ്പാണ്. പിന്നെ ഏറ്റവും പ്രധാനം കുട എന്ന് പറയുന്നത്, കുടമാറ്റം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ആവേശകരമായ കാഴ്ചയാണ്. വളരെ വാശിയുള്ള പരിപാടിയാണ്. ഇലക്ഷൻ അനൗൺസ്മെന്റ് പോലെ ചാനലുകളിൽ കുട മാറ്റുന്നത്.
ഇവിടെ ഇത് രണ്ട് നില കുട ഉയർത്തിയിരിക്കുന്നു. ഇനി പാറമേക്കാവ് എന്തായിരിക്കും എന്താണ് സസ്പെൻസ്? അതൊരു രസമാണല്ലേ, ആവേശമായിരിക്കും അത് വിളിച്ചു പറയുന്നത്. അതിന്റെ മേളം കുറവല്ലേ താളം മാറുന്നതനുസരിച്ച് ചെയ്യുന്നത്. ഇതെല്ലാം അറിവ് വേണം. കൊണ്ടുപോകണം മേളം. അതെ അതെ. ഏതെങ്കിലും സമയത്ത് 2 കുട മാറ്റിയിട്ട് കാര്യമില്ല. മേളത്തിന്റെ എന്താ കാലം മാറുന്നതിനനുസരിച്ച്. ഞാൻ ആദ്യം പറഞ്ഞ നെറ്റിപ്പട്ടം, കഴുത്തുമണി, കച്ചമണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്കുള്ള അലങ്കാരങ്ങൾ. ഇനി ഇത് എഴുന്നള്ളിപ്പ് അലങ്കാരങ്ങളുണ്ട്. എഴുന്നള്ളിപ്പ് അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കോലം, തിടമ്പ്. അത് ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചൊരു ചട്ടം അലങ്കരിക്കുക എന്ന് പറയും. ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഗോളത, ആ സങ്കല്പം, ഒരു പ്ലാവിന്റെ ചട്ടം ഉണ്ടാവും, മീൻസ് ഒരു ഫ്രെയിം ഉണ്ടാവും മരത്തിന്റെ. ആ ഫ്രെയിമിൽ കെട്ടി അതിൻ്റെതായിട്ടുള്ള അലങ്കാരങ്ങൾ. അതിന് ഓരോ അലങ്കാരങ്ങൾക്ക് ഓരോ സ്ഥാനമുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഒരു കളർ ഉണ്ടാവും, പ്രത്യേക വിശിഷ്ട കളറുണ്ട്. അരപ്പട്ട ഉണ്ടാവും, പൂക്കൾ, സ്വർണത്തിന്റെ തന്നെ ഉദരബന്ധം എന്ന് പറയും. ഉദരബന്ധം, ഉതിര് പൂക്കള്, ചന്ദ്രക്കല, മകുടം, ഇതൊക്കെ ചാർത്തി അണിയിച്ചെടുക്കുമ്പോൾ ഭംഗിയാവും. അറ്റ് ദ സെയിം ടൈം ഇതൊന്നും ഇല്ലാതെ ഇതെല്ലാം ഓൾറെഡി പ്രിന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ മീൻസ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോലങ്ങൾ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ രത്നങ്ങൾ പതിച്ചിട്ടുള്ള കോലങ്ങളുണ്ട്. തൃപ്പൂണിത്തറയിലൊക്കെ അങ്ങനത്തെ അതിന് വിശേഷം, ഭയങ്കര ഭംഗിയാണ്. സ്വർണ്ണ കളറായി. അതിലേക്ക് ദേവന്റെ ശീവേലിത്തിറമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ദേവതാ സങ്കല്പത്തിലുള്ള ഒരു മൂലബിംബം വെച്ച് കെട്ടി എഴുന്നള്ളിക്കുന്ന ഒരു പതിവുണ്ട്. മറ്റേതും മൂലബിംബം ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, അകത്തായിരിക്കും. ചിലപ്പോൾ അകത്തുകൂടെ വെച്ച് കെട്ടുന്നത്. അപ്പൊ അങ്ങനെ 2 തരമുണ്ട്. അത് കോലങ്ങളിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട് അലങ്കാരത്തിൽ. അത് വടക്കൻ നാട്ടിലൊരു സ്റ്റൈലുണ്ട്, തെക്കൻ നാട്ടിൽ ഒരു സ്റ്റൈലുണ്ട്. 5 അടി കോല, 6 അടി കോല. നമ്മളിപ്പോഴും ഒരു 5-5.5 അടി കോലാണ് ഏറ്റവും ഭംഗി. അതിൽ കൂടുതലുള്ള കോലങ്ങൾ ഭയങ്കര വലിപ്പം. നിയമത്തിലാണ് വന്നിട്ടുണ്ട് 5 അടി കോലം വരെ പറ്റില്ലെന്നുണ്ട്. പിന്നെ ആലവട്ടം, വെഞ്ചാമരം. ആലവട്ടം, വെഞ്ചാമരാണ് ഒരു പൂരം കൊണ്ടുപോകുന്ന ഘടകങ്ങൾ. അത് വീശാനൊക്കെ അതിന്റെ കൃത്യം കണക്കറിയണം. ചുമ്മാതെ ആൾക്കാരൊക്കെ ഇതിനൊക്കെ ഒരു ചിട്ടയുണ്ട്. മേളത്തിന്റെ കാലം മാറുന്നതനുസരിച്ചിട്ട് വീശുന്ന രീതി മാറുന്നുണ്ട്. അത് പഞ്ചവാദ്യമായിട്ട് പഞ്ചാരിയിലാണെങ്കിലും കൃത്യമായിട്ട് അറിയണം. ഇതിനു വേണ്ടി ഒരു കലാകാരന്മാർ തന്നെയുണ്ട്. അവരാണ് ആനപ്പുറം. ആനപ്പുറം കയറാനായിട്ട് നല്ല ഹൈ ക്വാളിഫൈഡ് ആൾക്കാർ വരെ ആനപ്പുറം കയറാൻ കഷ്ടപ്പെട്ട ജോലിയാണ് ആനപ്പുറം. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഈ ആനപ്പുറത്ത് കയറാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്നത്. ഈ ആലവട്ടം വീശ, ഈ ഒരു പൂരം കൊണ്ടുപോകുന്നത് ശരിക്കും ആലവട്ടം, വെഞ്ചാമരത്തിന്റെ വീശ് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. കുടമാറ്റം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചമയങ്ങളുടെ ഈ ആലവട്ടത്തിന്റെയും വെഞ്ചാമരത്തിന്റെയും. അതുണ്ടാക്കുന്നതിനൊരു കണക്കുണ്ട്. അതുണ്ടാക്കുന്നത് നല്ലൊരു പ്രത്യേക ആടിന്റെ രോമം വെച്ചിട്ടുള്ള. അതിവിടെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആകുന്ന സാധനമല്ല. അത് നല്ല ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെ അതിന് വിശേഷമായിട്ടുള്ള ആനച്ചമയങ്ങളുണ്ട്. അപ്പൊ ഇത് മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുക. ആനയെ ഒരുക്കുന്ന ചമയങ്ങൾ ഒരു സാധനം, എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന ചമയങ്ങൾ. ഇത് ഈ ആലവട്ടം, വെഞ്ചാമരം ശരിക്കും എഴുന്നള്ളിപ്പ് ആനപ്പുറത്ത് മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു രാജകീയതര ഇതായിട്ട് അലങ്കരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലൊക്കെ ഈ വിഷുക്കണിക്കൊക്കെ വെക്കുമ്പോൾ വെഞ്ചാമരം ഒരു ഭംഗിയാണ്. അത് കൂടുതലായിട്ട് ഈ ക്ഷേത്ര സങ്കല്പത്തില് പള്ളിദിദ്ര എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. പള്ളിവേട്ട കഴിഞ്ഞിട്ടുള്ള പള്ളിദിദ്ര. അതില് വെഞ്ചാമരം വീശിയാണ് ദേവനെ ഉറക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഒരു ദൈവീകതയുള്ള കാര്യങ്ങളാണ്. ഒന്നും സിമ്പിൾ അല്ല. ഇവൻ നെറ്റിപ്പട്ടാണെങ്കിലും ശരി, തടമ്പാണെങ്കിലും ശരി, ഓരോരോ സങ്കല്പമുണ്ട്. അതാണ് നമ്മുടെ പൈതൃകം, അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇത്രയും ആനയെ ഇത്രയേറെ വർണ്ണിക്കുന്ന ഒരാള് ആനപ്പുറത്ത് കയറാനായിട്ട് പേടിയുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇല്ല, അത് ഓരോരുത്തരെ എനിക്ക് പേടിയാണ്. പക്ഷെ ആനയുടെ അടുത്ത് ചെല്ലാനോ ഇല്ലെങ്കിൽ അതുപോലെ പാപ്പാനുണ്ടെങ്കിൽ പാപ്പാനോട് അനുവാദം ചോദിച്ചിട്ട് നമ്മൾ ആനയുടെ അടുത്ത് ചെല്ലുന്നതിനൊന്നും പേടിയില്ല. ആനയെ തൊടുന്നതിന് ഒരുപാട് ആനകളുടെ അടുത്ത് നിന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്, കൂടെ നടന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആനപ്പുറത്ത് കയറാൻ പേടിയാണ്. എനിക്ക് എന്താണെന്നറിയില്ല. കുഞ്ഞുനാളെ ഞാൻ കയറിയിട്ടുമുണ്ട്. ഒന്നും അറിയാത്ത കാലത്ത് നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് ആരെങ്കിലും കയറാൻ വേണോ, ചുമ്മാ കൊടിയേറ്റ സമയത്ത് നിന്ന് കൊട പിടിച്ചിരിക്കണം, അല്ലാണ്ട് ചട്ടമൊന്നും ആയിട്ടല്ല, ചുമ്മാ ഒരു അലങ്കാരത്തിന് വേണ്ടി. അപ്പൊ അന്നൊക്കെ ചാടി കയറിയിട്ടുണ്ട്. ആനയൊന്നും ഇപ്പൊ ഇല്ല, അതിൽ നിന്ന് ഇറങ്ങിയിട്ടുമുണ്ട്. അവര് പറയുന്ന പോലെ റൂട്ടിൽ അന്ന് പേടി എന്താന്ന് അറിയത്തില്ല, ഇപ്പൊ പേടിയുണ്ട്. കുഞ്ഞിലേ മുതലേ എനിക്ക് ആനപ്പുറത്ത് കയറണമെന്ന് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും. സഫാരികൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പിന്നെന്താ, മൂന്നാർ അല്ലെങ്കിൽ തേക്കടിയൊക്കെ പോകണമെങ്കിൽ അവിടെ എലിഫന്റ് സഫാരിക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട്.
പുത്തൻകുളം എന്ന് പറഞ്ഞിട്ടുണ്ട് എലിഫന്റ് പാർക്ക് നമുക്കുണ്ട് കേരളത്തിൽ. അതെ, കാവേരി പാർക്ക്. കാവേരി പാർക്ക് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ പരവൂര് അവിടെ ചെന്നാൽ റൈഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. കുളമാക്കിൽ എന്ന് പറഞ്ഞൊരു നേച്ചർ ആന പാർക്ക് ആലപ്പുഴയിൽ നമുക്ക് ഏറ്റവും അടുത്ത് കലവൂര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എലിഫന്റ് സഫാരി ഉണ്ട്. ആലപ്പുറത്ത് ചില ആഗ്രഹമാണ് നടത്തിയിരിക്കണം, തീർച്ചയായിട്ടും നടത്തണം. ഇത് ഇപ്പൊ കേട്ട് ആനക്കഥകൾ കുറെ ഇങ്ങനെ കേട്ട് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം. നേച്ചർ പാർക്ക് അടിപൊളിയാണ്. അതെ അതെ അതെ. എനിക്ക് അറിയില്ല അതിനെ പറ്റി. എനിക്ക് ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടി, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല. അതായത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പേടിച്ചാണ് ഇരുന്നത്. പക്ഷെ എനിക്ക് സംസാരിച്ചപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് നേരിട്ട് എനിക്ക് രാമന്റെ ഒക്കെ ഇൻട്രോ കേൾക്കാൻ പറ്റുന്നത് വലിയ സന്തോഷം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയത്. സന്തോഷം. താങ്ക് യു.